കുന്നിന്റെ മുകളിലുള്ള പള്ളി കാണാൻ എന്തൊരു ഭംഗിയാ. ടോയ്സ് ഒക്കെ നമുക്ക് വാങ്ങാടാ. ആദ്യം പള്ളി പോയി കണ്ടിട്ട് വരാം നമുക്ക്. ഈ കൊടിമരം കണ്ട, ഈ കൊടിയേറ്റം എന്ന് പറഞ്ഞ സാധനം ഇതാണ്. നമ്മുടെ പള്ളിയിലെ പെരുന്നാളായിന്ന് നാട്ടുകാരെല്ലാവരും അറിയിക്കാൻ വേണ്ടി നമ്മൾ കൊടികയറ്റുന്നതാണ്. ഈ കൊടികയറ്റത്തിൻ്റെ അന്നിട്ട് നമ്മുടെ പള്ളിയിൽ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളായിട്ട് തുടങ്ങുകയാണ്. നോവേന കുർബാനയായും കാഴ്ച സമർപ്പണമായും പ്രസിദ്ധി വാഴ്ചയായിട്ടും പിന്നെ അങ്ങോട്ട് പൊടിക്കുകയാണ്. അതാണ് കാണാനുള്ളത്. അവിടെയാണ് നമ്മുടെ പുണ്യാളന്റെ അമ്പൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലം. അത് നീ അമ്പ് കണ്ടിട്ടുണ്ടാ? അച്ഛന് സ്തുതി കൊടുക്കും. ഇതാണ് അമ്പ്. നമ്മുടെ പുണ്യാളനെ അമ്പ് ചെയ്ത് പുണ്യാളൻ ഇതെന്റെ മരിച്ചതിന്റെ സൂചകമായിട്ട് നമ്മളിത് ആശീർവദിച്ച് വീടുകളിലേക്ക് കൊണ്ടുവരും. നേർച്ച അവിടെ കണ്ട കുരിശ് വെച്ചിട്ടുണ്ട്. നമ്മുടെ തിരുനാളിന്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചാണ് ഈ സ്വർണ്ണക്കുരിശെല്ലാം. ഞാൻ അനുഭവിക്കുകയും അറിയുകയും ചെയ്ത തിരുനാളിനെ പറ്റി എനിക്കറിയാവുന്ന രീതിയിലെല്ലാം അവന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തിരുനാളിന്റെ കൊട്ടും ഘോഷവും എല്ലാം അവന്റെ കുഞ്ഞു ഹൃദയത്തിലും തുടങ്ങിയിട്ടുണ്ട്. വിദേശ നാടുകളിലെ വലിയ ഫെസ്റ്റിന്റെ വർണ്ണക്കാഴ്ചകൾ മാത്രം കണ്ടിട്ടുള്ള അവന്റെ കണ്ണുകൾ തിരുനാളിന്റെ ആഘോഷങ്ങൾക്കും വർണ്ണക്കാഴ്ചകളും കാണാൻ കൊതിച്ചു തുടങ്ങിയിട്ടുണ്ട്. തിരുനാളിന്റെ വലിയ ആവേശത്തിലേക്ക് അവനും ഇറങ്ങുകയാണ്. അതിന്റെ പുറകിലെ കുട്ടികളാണ്. അങ്ങനെ അവന്റെ അമ്മാമ്മ പറഞ്ഞു കൊടുത്തതും ഞാൻ കാണിച്ചു കൊടുത്തതായിട്ടുള്ള പെരുന്നാളെല്ലാം അവൻ നന്നായി നടന്ന് കണ്ടു. അത് അവന്റെ ഉള്ളില് വലിയൊരു സന്തോഷമായി വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന ഫെസ്റ്റ് ഇന്ന് ഈ തിരുനാളിന് ശേഷം അത് ജീവിതത്തിലൊരു സന്തോഷമേ അല്ലാതായി കഴിഞ്ഞിരുന്നു. പെരുന്നാള് സൂപ്പറാ. ഇനി എന്താ പെരുന്നാള്?